ഹായ് ഗൈസ്, നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് എക്സാം മാത്രമല്ല, മറ്റ് എക്സാംസായ CBSE എക്സാംസ്, അതുപോലെ തന്നെ NTA നടത്തുന്ന UGC നെറ്റ് പോലുള്ള എക്സാം, ഈ എക്സാംസുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നീറ്റ് എക്സാമിലേക്ക് വരാം. നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷത്തിലും ഏതാണ്ട് 22 ലക്ഷത്തോളം സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന ഒരു വലിയ എക്സാമാണ്. മാത്രമല്ല, ഈ എക്സാമിന് വേണ്ടി സ്റ്റുഡൻസ് ഹൈസ്കൂൾ മുതൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ അവർ ഏറ്റവും മികച്ച കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെല്ലാനാണ് ശ്രമിക്കുന്നത്. അതിനായി തങ്ങളുടെ സ്ഥലത്ത് നിന്ന്, അതായത് തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി അവർ കുടുംബത്തോടൊപ്പം ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്തുള്ള പ്രദേശത്ത് പോയി, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയി താമസിക്കുകയും അവിടെ നിന്ന് 2-3 വർഷത്തോളം കോച്ചിങ് എടുക്കുകയും അതിനുശേഷം ഈ എക്സാമിന് അപ്പിയർ ചെയ്യുകയും ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇതിന് ഭീമമായ കോച്ചിങ് ഫീസ് ആവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ സമയം, കഠിനാധ്വാനം, ഇതെല്ലാം അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു എക്സാമിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോരുകയും ഇത് റീടെസ്റ്റിന് വിളിക്കുകയും അങ്ങനെ റീടെസ്റ്റ് നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ എതിരെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് CJP എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻ്റ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻ്റ് ആണ്. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തകനും അതുപോലെ തന്നെ എഡ്യൂക്കേറ്ററുമായ സോനം വാങ്ചുക്കും ഇതിനോടൊപ്പം ചേരുകയുണ്ടായി. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി 20 ദിവസത്തോളം നിരാഹാരം കടക്കുകയും അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കുകയും അതിനുശേഷം ഒരു കോടതി വിധിയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രതിഷേധത്തിലൂടെ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. രണ്ടാമത്തെ ആവശ്യം ഈ പരീക്ഷകൾക്കൊക്കെ സമഗ്രമായ ഒരു മാറ്റം കൊണ്ടുവരണമെന്നാണ്. ആകെ മൊത്തം ഈ പരീക്ഷകളെ മുഴുവൻ മാറ്റി എഴുതണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ആവശ്യം, ഈ നീറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത 20ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുമ്പോഴും ഇതിൻ്റെ മാനങ്ങൾ മാറി മറിയുന്നുണ്ട്. അതായത് പ്രതിഷേധക്കാർ കൂടുതൽ ശക്തമായി പ്രതിഷേധിക്കുന്നു, പോലീസ് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ തങ്ങൾ ഈ ലക്ഷ്യം നേടിയെടുത്തിട്ട് മാത്രമേ പിന്നോട്ടുള്ളൂ എന്ന രീതിയിലാണ് രാജ്യത്തെ യുവാക്കളും ഈ പ്രതിഷേധക്കാരും. അപ്പോൾ ഈ പ്രതിഷേധത്തെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.